ആകാശവാണി. നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ദീപു എസ്. ഇന്ത്യ പോർച്ചുഗൽ ബന്ധം ആധുനികവും ബഹുമുഖവുമായ പങ്കാളിത്തത്തിലേക്ക് വളരുകയാണെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു. ലിസ്ബണിൽ പോർച്ചുഗൽ പ്രസിഡന്റ് മാർസെലോ റെബേലോ ഡി സൂസയുമായുള്ള പ്രതിനിധിതല ചർച്ചകൾക്ക് ശേഷം നടത്തിയ സംയുക്ത മാധ്യമ പ്രസ്താവനയിലാണ് ശ്രീമതി മുർമുവിന്റെ പ്രതികരണം. രാജ്യാതിർത്തികൾ സംരക്ഷിക്കുന്നതിനായി നൂതന ഇലക്ട്രോണിക് നിരീക്ഷണ സംവിധാനം വിന്യസിക്കുമെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ജമ്മുകാശ്മീരിലേക്കുള്ള തീവ്രവാദികളുടെ നുഴഞ്ഞുകയറ്റം തടയാൻ ഈ സാങ്കേതികവിദ്യ ഉപയോഗിക്കുമെന്നും ആഭ്യന്തരമന്ത്രി പറഞ്ഞു. കത്വ ജില്ലയിലെ അന്താരാഷ്ട്ര അതിർത്തിക്കടുത്തുള്ള ബോർഡർ ഔട്ട്പോസ്റ്റ് മന്ത്രി സന്ദർശിച്ചു. കൊച്ചിൻ ഷിപ്പ്യാർഡ് ലിമിറ്റഡിന്റെ പ്രവർത്തനങ്ങൾ തദ്ദേശീയ കപ്പൽ നിർമ്മാണ മികവിന്റെയും സ്വാശ്രയത്വത്തിന്റെയും തെളിവാണെന്ന് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ. കൊച്ചി കപ്പൽശാല നിർമ്മിക്കുന്ന 2 ഹരിത ടഗുകളുടെ സ്റ്റീൽ കട്ടിംഗ് കേന്ദ്രമന്ത്രി സർബാനന്ദ സോനോവാൾ ഉദ്ഘാടനം ചെയ്തു. ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് അൽ മക്തൂം 2 ദിവസത്തെ സന്ദർശനത്തിനായി നാളെ ഇന്ത്യയിലെത്തും. മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉന്നതതല ബിസിനസ് പ്രതിനിധി സംഘവും അദ്ദേഹത്തോടൊപ്പം ഉണ്ടാകും. 2024 ഭൂപതിവ് നിയമപ്രകാരം ലഭിച്ച അധികാരത്തെ തുടർന്നുള്ള ചട്ടങ്ങളിൽ കൊണ്ടുവരേണ്ട ഭേദഗതി എത്രയും വേഗം നടപ്പാക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശം നൽകി. പൊതു ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുന്ന ഭൂമിയെയും സ്വകാര്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഭൂമിയെയും ചെറിയ തോതിലുള്ള തരം മാറ്റത്തെയും വെവ്വേറെ കാണണമെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. സ്മാർട്ട് സംവിധാനം കേരളത്തിലെ എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളിലേക്കും വിന്യസിക്കുന്നതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ മാസം 10 നിർവഹിക്കും. തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന സേവനങ്ങൾ ഏകീകൃത പ്ലാറ്റ്ഫോമിലൂടെ ലഭ്യമാക്കുന്ന പദ്ധതിയാണിതെന്ന് മന്ത്രി MB രാജേഷ് വ്യക്തമാക്കി. സാമൂഹിക വിദ്യാഭ്യാസ ആരോഗ്യ മേഖലയിലെ മുന്നേറ്റമാണ് സംസ്ഥാനത്തെ കുറഞ്ഞ മാതൃമരണ നിരക്കിന് കാരണമെന്ന് മന്ത്രി വീണ ജോർജ്. വീടുകളിൽ വച്ച് നടക്കുന്ന പ്രസവങ്ങളെ അതീവ ഗൗരവത്തോടെയാണ് സർക്കാർ കാണുന്നതെന്നും ഇതിനെതിരെ ബോധവൽക്കരണം നടത്തുമെന്നും മന്ത്രി വ്യക്തമാക്കി. വൃത്തി 2025 ദേശീയ കോൺക്ലേവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ തിരുവനന്തപുരം കനകക്കുന്നിൽ ഉദ്ഘാടനം ചെയ്യും. മാലിന്യ സംസ്കരണത്തിൽ സംസ്ഥാനം കൈവരിച്ച മുന്നേറ്റങ്ങളും ഭാവി പദ്ധതികളും 5 ദിവസത്തെ കോൺക്ലേവ് ചർച്ച ചെയ്യും. ഗാർഹിക പാചകവാതക സിലിണ്ടറുകളുടെ വില 50 രൂപ വർദ്ധിപ്പിച്ച് കേന്ദ്ര സർക്കാർ. പുതുക്കിയ വില നാളെ മുതൽ പ്രാബല്യത്തിൽ വരും. ഉജ്ജ്വല യോജന ഗുണഭോക്താക്കൾ സിലിണ്ടർ ഒന്നിന് 550 രൂപയും മറ്റുള്ളവർ 853 രൂപയുമാണ് ഇനി മുതൽ നൽകേണ്ടത്. അമ്പലപ്പുഴ നിയോജക മണ്ഡലത്തിലെ 34 കുടുംബങ്ങൾക്കുള്ള പട്ടയ വിതരണം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി K രാജൻ നാളെ നിർവഹിക്കും. ഉച്ചതിരിഞ്ഞ് പുന്നപ്ര വണ്ടാനത്ത് ചേരുന്ന യോഗത്തിൽ H സലാം MLA അധ്യക്ഷനാകും. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാ വർക്കർമാരുമായി തൊഴിൽ മന്ത്രി V ശിവൻകുട്ടി ഇന്ന് ചർച്ച നടത്തി. വിഷയത്തിൽ ആരോഗ്യമന്ത്രിയുമായി ചർച്ച നടത്തുമെന്ന് തൊഴിൽ മന്ത്രി പറഞ്ഞതായും സമരസമിതി വ്യക്തമാക്കി. ഓണറേറിയം കൂട്ടുന്നതും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കുന്നതും അടക്കമുള്ള ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനമെടുത്ത് ഉത്തരവിറക്കാതെ സമരത്തിൽ നിന്ന് പിന്മാറില്ലെന്നാണ് സമരസമിതിയുടെ നിലപാട്. മുനമ്പം ജുഡീഷ്യൽ കമ്മീഷന്റെ നിയമനം റദ്ദാക്കിയ സിംഗിൾ ബെഞ്ച് നടപടി സ്റ്റേ ചെയ്ത് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച്. കമ്മീഷന് തൽക്കാലം പ്രവർത്തനം തുടരാമെന്ന് കോടതി വ്യക്തമാക്കി. സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെ സംസ്ഥാന സർക്കാർ സമർപ്പിച്ച അപ്പീലിലാണ് ഡിവിഷൻ ബെഞ്ചിന്റെ ഇടക്കാല ഉത്തരവ്. ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദത്തിന്റെ സ്വാധീനത്താൽ സംസ്ഥാനത്ത് ഇന്നും നാളെയും ഒറ്റപ്പെട്ട സ്ഥലങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിൽ നാളെ മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. IB ഉദ്യോഗസ്ഥയുടെ മരണത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നതായും സഹപ്രവർത്തകൻ സുഗാന്തിനെതിരെ സാമ്പത്തിക തട്ടിപ്പിന് കേസെടുത്തിട്ടുണ്ടെന്നും പോലീസ്. സുഗാന്തും മാതാപിതാക്കളും ഒളിവിലാണ്. ഇയാൾക്കായി ലുക്കൌട്ട് നോട്ടീസ് നൽകിയിട്ടുണ്ടെന്നും കേരളത്തിന് പുറത്തും അന്വേഷണം നടക്കുന്നതായും തിരുവനന്തപുരം DCP അറിയിച്ചു. പൊതുഗതാഗത മേഖലയിലെ 80% വിപണി കീഴടക്കുക എന്നതാണ് KSRTC ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. പാലക്കാട് KSRTCയിലെ ശീതീകരിച്ച വിശ്രമ കേന്ദ്രത്തിന്റെയും പുതുതായി ആരംഭിക്കുന്ന സർവീസുകളുടെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. 8ാം ക്ലാസ്സിൽ ഏതെങ്കിലും വിഷയത്തിൽ സബ്ജക്ട് മിനിമം നേടാത്ത വിദ്യാർത്ഥികൾ 21% പേരാണെന്ന് വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടി. ഈ മാസം 25 മുതൽ 28 വരെ പുനഃപരീക്ഷയും 30-ന് ഫലപ്രഖ്യാപനവും നടത്തുമെന്ന് മന്ത്രി അറിയിച്ചു. കേരള ടൂറിസം വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര സർഫിംഗ് ഫെസ്റ്റിവൽ ഈ മാസം 10 മുതൽ 13 വരെ വർക്കല, ഇടവ, വെറ്റക്കട ബീച്ചുകളിൽ നടക്കും. മന്ത്രി PA മുഹമ്മദ് റിയാസ് ഉദ്ഘാടനം നിർവഹിക്കും. ട്രംപ് ഭരണകൂടം അമേരിക്കയിൽ നടപ്പിലാക്കിയ തീരുവ നയത്തിന്റെ ആഘാതത്തിൽ ഓഹരി വിപണി. കനത്ത തകർച്ചയാണ് ഏഷ്യൻ ഓഹരി വിപണി നേരിട്ടത്. മലേഷ്യൻ, തായ്വാൻ, ചൈനീസ് വിപണിയിലും കനത്ത തകർച്ച ഉണ്ടായി. ഇന്ത്യൻ ഓഹരി വിപണിയിലും വൻഇടിവ് നേരിട്ടു. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45-ന്.